Hi friends, welcome to Neethas Tasteland. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ സ്നാക്ക് ആണ്. സിമ്പിൾ സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നാണ് ഇത് വാങ്ങിക്കാറുള്ളത്. നമ്മുടെ മസാല കപ്പലണ്ടി. എല്ലാവർക്കും കപ്പലണ്ടി വളരെ ഇഷ്ടമല്ലേ? അത് മസാല കപ്പലണ്ടി എന്ന് പറയുമ്പോൾ കുറച്ച് എരിവും അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിന്റെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടത്തോടെ കഴിക്കാം. ഇപ്പോൾ കുറച്ച് മസാല കപ്പലണ്ടിയും ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വെറുതെ ഇരിക്കുമ്പോൾ കുറച്ചുകൊണ്ടിരിക്കാം, TV കാണുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ വൈകുന്നേരം ചായക്ക് കഴിക്കാൻ ഇപ്പോൾ ഒന്നുമില്ല, ഒരു നേരം ഇപ്പോൾ നമുക്ക് വൈകുന്നേരം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ മസാല കപ്പലണ്ടി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചായ റെഡിയാക്കാം. ചായ റെഡിയാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായ മാത്രം റെഡിയാക്കിയാൽ മതി. എന്തായാലും നമ്മൾ കപ്പലണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മസാല കപ്പലണ്ടി റെഡിയാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കണം. വെളുത്തുള്ളി നമ്മൾ ചതച്ചാണ് ചേർക്കുന്നത്. ആ കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം എണ്ണയിൽ മൊരിഞ്ഞു വരുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് മസാല കപ്പലണ്ടി നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ മസാല കപ്പലണ്ടി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മസാല കപ്പലണ്ടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില, പെരിഞ്ജീരകം, മുളക് പൊടി, ഇത് കടലമാവാണ്, അതുപോലെ തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കായം, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പും, ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, കുറച്ച് വെള്ളം. ഇതിപ്പോ ഞാൻ 1/4 കിലോ കപ്പലണ്ടിയാണ് എടുത്തത്. 1/4 കിലോ കപ്പലണ്ടിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിപ്പോ 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇതിൽ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം നമ്മളൊന്ന് ചതച്ചെടുക്കും. മിക്സിയിലിട്ടല്ല, കല്ലിൽ വെച്ച് ചതച്ചെടുക്കും. 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചതക്കാതെയും ചേർക്കും. ആ പെരിഞ്ജീരകം കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ചതച്ചും ചതക്കാതെയും ചേർക്കുന്നത്. അതുപോലെ തന്നെ 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് ചതച്ച് ചേർക്കും. ഒന്ന് പൊട്ടി വരുന്ന രീതിയിൽ മിക്സിയിൽ ക്രഷ് ചെയ്ത് ചേർക്കരുത്. അതുപോലെ തന്നെ കറിവേപ്പിലയും നമുക്ക് ചതച്ചും ചേർക്കാം, അല്ലാതെയും ചേർക്കാം. അത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പെരിഞ്ജീരകവും കറിവേപ്പിലയും ചേർത്ത് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇതുപോലെ പൊട്ടി വന്നിട്ടേ ഉള്ളൂ, നന്നായിട്ട് ചതഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് കപ്പലണ്ടിയിലേക്ക് വെളുത്തുള്ളി, അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പെരിഞ്ജീരകവും, പിന്നെ നമ്മൾ ചതക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം ഉണ്ട്, അതും ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. അധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല കപ്പലണ്ടി മഞ്ഞ കളറായി പോകും, അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മതി എന്ന് പറഞ്ഞത്. കാശ്മീരി ചില്ലി പൗഡർ ആണ്, ഇത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല കപ്പലണ്ടിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അളവിൽ വ്യത്യാസം വരുത്തുക. എന്താണെന്ന് വെച്ചാൽ എരിവ് കൂടി പോവും 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർക്കാം, അതുപോലെ തന്നെ അരിപ്പൊടി, കായപ്പൊടിയാണ്. കായപ്പൊടി അധികം ചേർക്കണ്ട, ഇതിപ്പോ 1/2 ടീസ്പൂണേ ഉള്ളൂ. ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് കൂടുതൽ പോലെ തോന്നുന്നത്. കായത്തിന്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മസാല കപ്പലണ്ടിക്ക് ചെറിയ കയ്പ്പ് വരും, അതുകൊണ്ടാണ് കുറച്ച് ചേർക്കാന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഒരുമിച്ച് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ പോലെ ലൂസാക്കി എടുക്കരുത്. അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് വെള്ളം ചേർത്തത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആദ്യം പൊടികളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ചേർക്കുക. നമ്മുടെ കപ്പലണ്ടിയിലേക്ക് നന്നായിട്ട് പൊടികൾ, പക്ഷേ ബാറ്റർ പോലെ ലൂസായി പോകരുത്. അതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുക, മിക്സ് ചെയ്ത് നോക്കുക, വീണ്ടും വെള്ളം ചേർക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ കപ്പലണ്ടിയും പൊടികളും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പും 1 ടേബിൾ സ്പൂണും വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടി പോവാണ്, അല്ലെങ്കിൽ കപ്പലണ്ടിയിൽ കറക്റ്റായിട്ട് കോട്ടായി വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വീതം അരിപ്പൊടിയും കടലമാവും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വേറെ പൊടികളൊന്നും ചേർത്തില്ല. അതുപോലെ വെള്ളത്തിൻ്റെ അളവ് നമ്മളെടുക്കുന്ന കപ്പലണ്ടിയും പൊടികളും അനുസരിച്ച് വ്യത്യാസം വരും. ഇതിപ്പോൾ 1/4 കിലോ കപ്പലണ്ടിയുടെ അളവാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം. നമ്മളിപ്പോൾ മസാല കപ്പലണ്ടി ഫ്രൈ ചെയ്യാനായിട്ട് ഉരുളിയിലാണ് എണ്ണ വെച്ചിരിക്കുന്നത്. ഞാനിത് ഉരുളിയിൽ വെക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചീനച്ചട്ടി പോലെയുള്ള കുഴിവുള്ള പാത്രങ്ങളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കും. കുറച്ച് വൈഡായിട്ടുള്ള പാത്രമാണെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ
വൈഡായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പരന്ന പാത്രത്തിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഫ്ലെയിം കുറയ്ക്കുക. ഫ്ലെയിം കുറച്ചതിന് ശേഷം നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. കപ്പലണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരുമിച്ച് എണ്ണ ഇട്ട് കൊടുക്കരുത്. ഓരോ കപ്പലണ്ടി ആയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കപ്പലണ്ടിയുടെ എല്ലാ ഭാഗത്തും പൊടിയുടെ കോട്ടിങ് ഉണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് ഓരോ കപ്പലണ്ടി ഇതുപോലെ 2 വിരലുകൊണ്ട് എടുത്തിട്ട് പതുക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പ്രോസസ്സ് മാത്രം കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. എങ്കിലും നമ്മൾ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്പലണ്ടി അടർത്തി എടുക്കുമ്പോൾ അത് ആ കോട്ടിങ് വിട്ടു പോകും. പിന്നെ കപ്പലണ്ടി മിക്സ് ചെയ്ത് വെച്ചിട്ട് അധിക സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് താഴ്ത്തി പിടിച്ചിട്ട് ഇടുകയാണെങ്കിൽ കയ്യിൽ എണ്ണ തെറിക്കാതിരിക്കും. ഞാനിപ്പോൾ ഇടയ്ക്ക് എണ്ണയുടെ ചൂടുകൊണ്ട് കൈ പൊക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് എണ്ണ തെറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കപ്പലണ്ടി മുഴുവനും ഒരുമിച്ചിട്ട് കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ചായിട്ട് ഒരു 3-4 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇടുന്ന കപ്പലണ്ടി ഫ്രൈ ആയി പോവും. പിന്നീട് ഇടുന്ന കപ്പലണ്ടികൾ ഫ്രൈ ആയി വരില്ല. എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ കപ്പലണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ എണ്ണ വെച്ചിട്ട് ഇട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പലണ്ടിയുടെ ഇൻസൈഡ് കുക്കായി വരില്ല. കപ്പലണ്ടി മൊരിഞ്ഞു വരുന്നതിന് മുന്നേ കോട്ടിങ് മാത്രം കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇത്രേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് നമുക്കിനി തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി നമ്മുടെ കപ്പലണ്ടി അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. കപ്പലണ്ടി മൊരിഞ്ഞു വരുമ്പോൾ ഒരു കിളിങ്ങുന്ന സൗണ്ട് കേൾക്കും. അതാണ് നമ്മുടെ കപ്പലണ്ടി കറക്റ്റായിട്ട് മൊരിഞ്ഞു എന്നുള്ള ആ ഒരു ഇതാവുന്നത്. അപ്പോൾ ആ സൗണ്ട് കേൾക്കുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കപ്പലണ്ടി മൊരിഞ്ഞു തുടങ്ങിയെന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സൗണ്ട് കേൾപ്പിച്ചു തരാം. ഇത് കേട്ടോ, ഈ ഒരു സൗണ്ട് ഇല്ലേ, ഇതുപോലെ കിലുങ്ങുന്ന ആ ഒരു സൗണ്ട് കേൾക്കുമ്പോഴാണ് നമ്മുടെ കപ്പലണ്ടി മൊരിഞ്ഞു എന്നറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ചൂടോടുകൂടി കഴിച്ച് നോക്കുകയാണെങ്കിൽ കപ്പലണ്ടി സോഫ്റ്റ് ആയിരിക്കും, ക്രിസ്പി ആയിരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ കപ്പലണ്ടി നല്ല ചൂടാണല്ലോ. ഇത് ചൂട് മാറി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ കറക്റ്റ് ചൂടാണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി വേഗം തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് മുഴുവൻ കപ്പലണ്ടി ഫ്രൈ ചെയ്തിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ മസാല കപ്പലണ്ടി മുഴുവൻ റെഡിയായി. ഞാനിപ്പോൾ 4-5 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ കോട്ടിങ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ കുറച്ചുകൂടി റെഡ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർക്കാം. ചില ബേക്കറികളിൽ നിന്ന് നമ്മൾ മസാല കപ്പലണ്ടി വാങ്ങിക്കുമ്പോൾ റെഡ് ഷെയ്ഡിൽ തന്നെ ഇരിക്കാറുണ്ട്. ചില ബേക്കറികളിൽ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസാല കപ്പലണ്ടി ഉണ്ടാക്കി കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കപ്പലണ്ടി മിഠായി കാണാത്ത ആളുകൾ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കി കഴിക്കുക. ഇപ്പോൾ ഇനിയിപ്പോൾ പൂജ ഹോളിഡേയ്സ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ സ്നാക്സ് ആണ് ഇതല്ല. അപ്പോൾ മധുരമുള്ളതും ചെയ്തിട്ട് നമ്മൾ കപ്പലണ്ടി ഉപയോഗിച്ചിട്ട് എരിവുള്ളതുമായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടുമ്പോൾ രണ്ടും ഉണ്ടാക്കി വയ്ക്കുക. കുട്ടികൾക്ക് ഇടയ്ക്ക് ഇരുന്ന് കഴിക്കാം. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും.